ശ്രീ കെ.എം. ഷാജി. പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കാം. അനിശ്ചിതമായി നീളുന്നതുകൊണ്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ പ്രചോദിപ്പിക്കാം. ശ്രീ കെ.എം. ഷാജി. ബഹുമാനപ്പെട്ട വ്യവസായവും വിവരസാങ്കേതികവും വകുപ്പ് മന്ത്രി. കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മാടായിപ്പാറയ്ക്ക് താഴെ ഒരു ഗ്രാമം പതുക്കെ പതുക്കെ മരിച്ചു തീരുകയാണ് സർ. ഗവൺമെന്റിന്റെയോ വകുപ്പ് മന്ത്രിയുടെയോ പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കൽ ആവശ്യമില്ലാത്ത ഒരു വിഷയമാണിത്. കാരണം പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു നാടിന്റെ സമരം ഇവരുടെ ശ്രദ്ധയിലുള്ളതാണ്. ഖനന മേഖലയിൽ നിന്നും മഴക്കാലത്ത് ഒലിച്ചിറങ്ങുന്ന സൾഫർ, അലൂമിനിയം, ലിഗ്നൈറ്റ്, ബ്രോമൈൻ തുടങ്ങിയ രാസവസ്തുക്കൾ കൃഷിയും കുടിവെള്ളവും നശിപ്പിച്ച് വായു മലിനീകരിച്ച് ജനങ്ങളിൽ മാരകമായ രോഗങ്ങൾ വിതക്കുന്നത് ഗവൺമെന്റ് ഏജൻസികളുടെ പഠനങ്ങളിൽ പോലും വ്യക്തമാണ്. അവിടുത്തെ തൊഴിലാളികളുടെ മാന്യമായ പുനരധിവാസം ഒരു പ്രശ്നം തന്നെയാണ്. അത് വേണ്ടെന്ന അഭിപ്രായം ആർക്കുമില്ല സർ. അത് പരിഹരിക്കുകയും വേണം. പക്ഷേ കുറച്ചു പേർക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടി മരിച്ചു തീരാനുള്ളതല്ല ഒരു ഗ്രാമവും അതിലെ മനുഷ്യന്മാരുമെന്ന് നമ്മൾ ഓർക്കണം. ശുദ്ധവായുവും കുടിവെള്ളവും അവരുടെ മൗലികമായ അവകാശമാണ് സർ. ആ ഫാക്ടറി അടച്ചുപൂട്ടി ഒരു നാടിനെ രക്ഷപ്പെടുത്തണം എന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കാനാണ് ഈ സബ്മിഷൻ. മാടായിപ്പാറയിലെ പ്രശ്നം, അവിടുത്തെ പ്രശ്നം വളരെ ഗുരുതരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ അവിടെ പോയി ഇത് കണ്ടതാണ്. അപ്പോൾ നിരന്തരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവകക്ഷികളും ഒക്കെ നിവേദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്യാബിനറ്റ് ഇവിടുത്തെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ഖനനപ്രവർത്തനങ്ങളും തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് വൈവിധ്യവൽക്കരണം, തൊഴിലാളികൾക്ക് വോളണ്ടറി റിട്ടയർമെന്റ് അനുസരിച്ചുള്ള ഇത് വിശദമായ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സർ, ക്യാബിനറ്റ് തന്നെ എടുത്ത തീരുമാനമാണ് അവിടെ നിർത്തിവെക്കാൻ. ഇതുപോലെ പ്രശ്നമുണ്ട് സർ. ഖനനത്തിന് കരിന്തളത്തും അവിടെ നിന്നും ഇപ്പോൾ നിവേദനം കിട്ടിയിട്ടുണ്ട്. പ്രോസസ്സിംഗ് ഇല്ല. നിർത്തി.